Hello guys and welcome back to Best Capex. 2021 ജൂണിലാണ് നമുക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ കുഷാക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ ആയപ്പോഴേക്കും ഫോക്സ്വാഗന്റെ ടൈഗണും വന്നു. ഈ രണ്ട് വാഹനങ്ങളും വന്ന സമയത്ത് അവർ പയനിയർ ചെയ്തിരുന്നത് ഫോക്സ്വാഗന്റെ NQB A0 അയൺ പ്ലാറ്റ്ഫോമാണ്. അതായത് ഇവരുടെ ഒരു പുതിയ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന മാക്സിമം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ 2.0 ഇന്ത്യ പ്രൊജക്റ്റുമാണ്. എന്നാൽ അതിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന രണ്ട് വാഹനങ്ങളായ ടൈഗണിൻ്റെയും കുഷാക്കിൻ്റെയും ക്രാഷ് ടെസ്റ്റ് ഇപ്പോൾ ഗ്ലോബൽ NCAP നടത്തിയിട്ടുണ്ട്. 5 out of 5 stars ആണ് അഡൽട്ട് സേഫ്റ്റി പ്രൊട്ടക്ഷനിലും അതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റി പ്രൊട്ടക്ഷനിലും ഇതിന് ലഭിച്ചിരിക്കുന്ന. ഈ രണ്ട് വാഹനങ്ങളും അവർ ഒരുമിച്ചാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടിൻ്റെയും ഒരുമിച്ചാണ് ക്രാഷ് ടെസ്റ്റ് എങ്കിലും പോയിന്റ്സിലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. അത് മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഇത് രണ്ടും കൂടെ അടുത്തെത്തി നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ സ്ട്രക്ചറിലും അതുപോലെ ഈ വാഹനത്തിൻ്റെ ഓവറോൾ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബിൽഡിൻ്റെ ക്വാളിറ്റിയിലാണെങ്കിലും ഒന്നും വ്യത്യാസമൊന്നുമില്ല. സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും എക്സാക്ട്ലി സെയിം ആണ്. ഇവരിപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന മോഡൽ ഇതിൻ്റെ സെക്കൻഡ് ബേസ് മോഡലാണ്. ടോട്ടൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 3 വേരിയൻസ് ആണ് ഇതിന് വരുന്നത്. ഇപ്പോൾ കുഷാക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ആക്റ്റീവ്, അംബീഷൻ ആൻഡ് സ്റ്റൈൽ തുടങ്ങി 3 വേരിയൻസ് ആണ് വരുന്നത്. പിന്നെ അതിന് പുറമെ ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസും, അതായത് 2 എഞ്ചിൻ ഓപ്ഷൻസും 4 ട്രാൻസ്മിഷൻ ഓപ്ഷൻസും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ മോണ്ടി കാർലോ അങ്ങനെ പല ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. ഇനി ടൈഗൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് കംഫർട്ട് ലൈൻ, പിന്നെ ഹൈ ലൈൻ, അത് കഴിഞ്ഞ് ടോപ്പ് ലൈൻ, ഇങ്ങനത്തെ 3 ബേസിക് വേരിയൻസ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ GT പ്ലസ് തുടങ്ങി 1.5 ലിറ്റർ എഞ്ചിൻ്റെ മോഡൽസ് വരുന്നുണ്ട്. അങ്ങനെ പല പല വേരിയൻസും വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കുഷാക്കിൻ്റെ സെക്കൻഡ് ബേസായ അംബിഷൻ മോഡലും അതുപോലെ ടൈഗണിൻ്റെ സെക്കൻഡ് ബേസ് ഹൈലൈൻ മോഡലുമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ബേസ് മോഡലുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD, സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷൻസ് വിത്ത് ലോഡ് ലിമിറ്റേഴ്സ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും വ്യത്യാസമില്ല. പിന്നെ ഒരു വ്യത്യാസമുള്ളത് സൈഡ് പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇത് ഗ്ലോബൽ NCAPൻ്റെ പുതിയ ക്രാഷ് ടെസ്റ്റ് നോംസിൽ അവർ ആഡ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. പക്ഷേ എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത സമയത്ത് അവർ ടൈഗണിൻ്റെ ഏറ്റവും ടോപ്പ് സ്പെക്കായ ടോപ്പ് ലൈൻ വേരിയൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, 6 എയർ ബാഗ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സൈഡ് പോൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 6 എയർ ബാഗ്സ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് ഫെയിൽ ആവും. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ ടോപ്പ് മോഡലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് സ്പോൺസേഡ് ക്രാഷ് ടെസ്റ്റ് ആണ്. ഫോക്സ്വാഗൻ തന്നെ ഫണ്ടിങ് കൊടുത്താണ് ഗ്ലോബൽ NCAPനെ കൊണ്ട് ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ഗ്ലോബൽ NCAP ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്പോൺസേഡ് ക്രാഷ് ടെസ്റ്റുകൾ ചെയ്യാറുള്ളതാണ്. അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന വേറെ ക്രാഷ് ടെസ്റ്റുകളും ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഇപ്പോൾ ടാറ്റയും മഹീന്ദ്രയൊക്കെ ആണെങ്കിൽ ഫുൾ സ്പോൺസേഡ് ക്രാഷ് ടെസ്റ്റുകൾ തന്നെയാണ് ചെയ്യാറ്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കാരൻസിൻ്റെ ക്രാഷ് ടെസ്റ്റ് ചെയ്ത് സ്പോൺസേഡ് ആയിരുന്നു. പക്ഷേ കാരൻസിൻ്റെ ക്രാഷ് ടെസ്റ്റ് സ്പോൺസേഡ് ആയിരുന്നെങ്കിലും അതിന് വലിയ റേറ്റിംഗ് ഒന്നും കിട്ടിയില്ലായിരുന്നു. ജസ്റ്റ് അബൌട്ട് 9 പോയിന്റ്സിനടുത്ത്, അതായത് 3 സ്റ്റാർ റേറ്റിംഗ് മാത്രമായിരുന്നു ആ വാഹനത്തിന് കിട്ടിയത്. ഇവിടെ പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഇതിന് 5 സ്റ്റാർ അഡൽ സേഫ്റ്റിയിൽ കിട്ടിയത് നമുക്ക് ഓക്കെ വിശ്വസിക്കാം. ഇതിനു മുമ്പ് ഈ വാഹനങ്ങൾ ഇറങ്ങിയ സമയത്താണെങ്കിലും ഞാൻ അറ്റ്ലീസ്റ്റ് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് എങ്കിലും കിട്ടുമെന്ന് എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ 5 സ്റ്റാർസ് ചൈൽഡ് സേഫ്റ്റിയിൽ കിട്ടിയത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. മറ്റുള്ള എത്ര സേഫ് ആയിട്ടുള്ള വാഹനങ്ങൾ എടുത്ത് നോക്കിയാലും അതിപ്പോൾ നെക്സോണൊക്കെ 3 സ്റ്റാർസ് ആണ്. അതുപോലെ ഇപ്പോൾ XUV 300, XUV 700 ഇതിനൊക്കെ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെ ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുഷാക്കിനും അതുപോലെ ടൈഗണിനും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. അത് ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഫോക്സ്വാഗനെ സംബന്ധിച്ചിടത്തോളം. അവർ ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാണ് ഈ NQB A0 അയൻ. അതായത് NQB A0 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഗ്ലോബലി ഉണ്ട്. പക്ഷേ അതിൻ്റെ അയൻ എന്ന് പറയുന്നത് ഇന്ത്യ സ്പെസിഫിക് വേരിയൻ്റ് ആണ്. അതിന് തന്നെ അവർ ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ അത്ര നല്ല സ്ട്രക്ചറൽ റിജിഡിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊന്നും പിന്നെ ആലോചിക്കാനില്ല. ഫോക്സ്വാഗൻ അവിടെ എന്തായാലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. വേറെ പല ബ്രാൻഡ്സും നമുക്കറിയാം, ഈ ഹ്യുണ്ടായി കിയ പോലെയുള്ള അവർ പുറത്ത് നല്ല സേഫ് ആയിട്ടുള്ള വാഹനങ്ങൾ കൊടുക്കും. K2 പ്ലാറ്റ്ഫോമിലാണ് ക്രെറ്റയും സെൽട്ടോസും ഒക്കെ വരുന്നത്. i20 അതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. പുറത്തുള്ള വാഹനങ്ങൾക്ക് സെൽട്ടോസിനൊക്കെ ആണെങ്കിലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ പല NCAPകളായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയൻ NCAP ആവട്ടെ, അങ്ങനെ പല NCAPകളും. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോഴേക്കും ആ കാര്യം നേരെ തിരിഞ്ഞു പറഞ്ഞു. കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ബോഡി സ്ട്രക്ചറിൽ കോംപ്രമൈസ് ചെയ്തു. SP2i എന്ന് പറയുന്ന അവരുടെ ബോഡി കോറുള്ള വാഹനത്തിൽ, അതുപോലെ SU2i എന്ന് പറയുന്ന ബോഡി കോറുള്ള ക്രെറ്റയുടെ മോഡലിനാണെങ്കിൽ പോലും അവർ ഒരുപാട് സ്ട്രക്ചറൽ കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓൺ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ 8 പോയിന്റ്സ് ക്രെറ്റയ്ക്കും 8.03 പോയിന്റ്സ് സെൽട്ടോസിനുമായിരുന്നു ഔട്ട് ഓഫ് 17 കിട്ടിയിരുന്നത്. അതായത് ജസ്റ്റ് കഷ്ടിച്ച് 3 സ്റ്റാർ റേറ്റിംഗ്, ചെറിയൊരു വ്യത്യാസം വന്നിരുന്നെങ്കിൽ 2 സ്റ്റാറായി പോയേനെ ആ രണ്ട് വാഹനങ്ങളും. ഇവിടെ പക്ഷേ ഓൺ ടോപ്പ് 5 സ്റ്റാർസ് ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷേ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 34ലാണ്, അതായത് അഡൽട്ട് സേഫ്റ്റിയുടെ റേറ്റിംഗ്. മറ്റത് ചൈൽഡ് സേഫ്റ്റി 49 പോയിന്റ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അഡൽട്ട് സേഫ്റ്റി 34ൽ കൊടുത്തിരിക്കുന്ന ഒബ്വിയസ്ലി ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 17ൽ കിട്ടും. പക്ഷേ ഇത് ഗ്ലോബൽ NCAPൻ്റെ പുതിയ ക്രാഷ് ടെസ്റ്റ് നോംസ് അനുസരിച്ചിട്ടുള്ള റേറ്റിംഗ് ആണ് അവരിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണെങ്കിൽ അണ്ടർ 15 ആയിരിക്കും ഇതിൻ്റെ പോയിന്റ്സ് വരുന്നത്. അതിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് XUV 700 അല്ലെങ്കിൽ XUV 300 അല്ലെങ്കിൽ ഈ ഒരു 15ൻ്റെ അടുത്ത പോയിന്റ്സ് ലഭിച്ചിട്ടുള്ള മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ 4 സ്റ്റാർസ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഫീൽ ചെയ്തേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഗ്ലോബൽ NCAPൻ്റെ പുതിയ ക്രാഷ് ടെസ്റ്റ് സേഫ്റ്റി നോംസ് അനുസരിച്ചാണ് അവർ ചെയ്തിരിക്കുന്നതാണ്. അതിൽ തന്നെ വരുന്ന 2 കാര്യങ്ങളാണ് പെഡസ്ട്രിയൻ പ്രൊട്ടക്ഷനും അതുപോലെ സൈഡ് പോൾ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ.
ഇതൊക്കെ പാസ്സാവുകയാണെങ്കിൽ വാഹനം അവർ ESC ടെസ്റ്റിനും കൊണ്ടുപോകും. അതായത് നിങ്ങൾ XUV 700 കണ്ട് കാണുമായിരിക്കും. അതിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. മാത്രമല്ല അവരുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതെല്ലാം തന്നെ അവർ കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് XUV 700 അവർ ESP ടെസ്റ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഒരു ടൈഗൂണിൻ്റെയും അതുപോലെ കുഷാക്കിൻ്റെയും ESP ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അവർ കാണിച്ചിരിക്കുന്ന കുഷാക്കിൻ്റെ ആണ്, പക്ഷേ അഗൈൻ സെയിം ആണ് രണ്ട് വാഹനങ്ങളും. പിന്നെ ഈ ESP എന്ന് പറയുന്ന സംവിധാനം ബേസ് മോഡൽ മുതൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും ഈ ടെസ്റ്റൊക്കെ തന്നെ ആപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നിയത് ഇവർ ഇതിൻ്റെ സൈഡ് ബാരിയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പോൾ ടെസ്റ്റ് അല്ല, സൈഡ് ബാരിയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടൈഗൂൺ ചെറുതായിട്ട് മറിഞ്ഞോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമില്ലാതില്ല. അത് ആ വീഡിയോയിൽ അവർ അത്രയും ഫുള്ള് കാണിച്ചിട്ടില്ല, കുറച്ച് കട്ട് ചെയ്ത് അറിഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മറിഞ്ഞ് കാണുമായിരിക്കും, പക്ഷെ അങ്ങനെ മറിയുന്ന ഒരു പുതിയ കാര്യമൊന്നും XUV 700 ഒക്കെ മറിഞ്ഞതാണ്. പല വാഹനങ്ങളും മറിയാറുണ്ട്. ഈവൻ ലാൻഡ് ക്രൂസറിൻ്റെ 300 സീരീസ് ആണെങ്കിൽ പോലും അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത്, ഗ്ലോബൽ NCAP അല്ല, ഗ്ലോബലി ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ആ വണ്ടി മറിഞ്ഞായിരുന്നു. അതുകൊണ്ട് മറിയുന്നതൊരു പ്രശ്നമല്ല, പക്ഷേ വണ്ടിയുടെ സ്ട്രക്ചറൽ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നല്ലതായതുകൊണ്ട് ഇതിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് മറ്റൊരു കാര്യം അറിയേണ്ടത്, ടാറ്റ, മഹീന്ദ്ര, റെനോ ഇങ്ങനത്തെ കമ്പനികൾ പോലെ ഫോക്സ് വാഗനും ഈ സേഫ്റ്റി റേറ്റിംഗ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കും എന്നതാണ്. നമുക്കറിയാം പല കമ്പനികളും മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയ സംഭവങ്ങളാണ് ടാറ്റയും മഹീന്ദ്രയും. അവർ ഏതൊരു അഡ്വർടൈസ്മെൻറ്റ് പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ടാറ്റയുടെ ഷോറൂമിലേക്ക് പോകുകയാണെങ്കിൽ അവർ ആദ്യം തന്നെ പറയുന്നത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് കേട്ടോ, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഞങ്ങളുടെ വണ്ടി ഭയങ്കര സേഫ് ആണ് കേട്ടോ എന്നാണ്. ഫോക്സ് വാഗൻ അങ്ങനെ പറയൂല്ലോ എന്നാണ് എനിക്ക് കാണുന്നത്. കാരണം ആദ്യം പോളോ ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്താണ് 0 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ട് പിന്നെ പോളോയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡ്യുവൽ എയർ ബാഗ്സ് കൊടുത്ത് ഗ്ലോബൽ NCAPനെ കൊണ്ട് ക്രാഷ് ടെസ്റ്റ് ചെയ്യിപ്പിച്ച ടീംസാണ് ഈ ഫോക്സ് വാഗൻ. എന്നിട്ട് പോലും നിങ്ങളൊരു ഒറ്റ അഡ്വർടൈസ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിപ്പോൾ TV-യിൽ വന്നതായിക്കോട്ടെ, ന്യൂസ് പേപ്പറിൽ വന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിലുള്ളതാണെങ്കിലും ഏത് അഡ്വർടൈസ്മെൻറ്റ് നോക്കിയാലും ഒരൊറ്റ ഒരെണ്ണത്തിൽ പോലും ഈ സേഫ്റ്റി വെച്ച്, അതായത് ഗ്ലോബൽ NCAPൽ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവർ അഡ്വർടൈസ് ചെയ്തിട്ടില്ല. അവരുടെ ഒറ്റൊരു വാഹനം പോലും ഇന്ത്യയിൽ ഫോക്സ് വാഗൻ സേഫ്റ്റി വെച്ച് അഡ്വർടൈസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ അവരുടെ ഗ്ലോബൽ മോഡൽസ് നോക്കുകയാണെങ്കിലും ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങൾക്കും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. എന്നിട്ടും അവരത് അങ്ങനെ അഡ്വർടൈസ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഈ ഫോക്സ് വാഗൻ എന്ന് പറയുമ്പം അവരവരുടെ ബ്രാൻഡിനെ തന്നെ അസോസിയേറ്റ് ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കുക എന്നത് വെച്ചാണ്. അത് അവരുടെ ഒരു കീ പോയിന്റ് ആണ്. അത് അവരങ്ങനെ എടുത്തു കാണിക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും കാലമായിട്ട് ക്രാഷ് ടെസ്റ്റ് ഒന്നും ചെയ്യാതിരുന്നത് എന്നാണ് ഫോക്സ് വാഗൻ ഒഫീഷ്യലി പറയുന്നത്. പിന്നെ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ എന്നൊരു കൺസിഡറേഷൻ വെച്ചിട്ടാണ് അവരിപ്പോൾ ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി സേഫ്റ്റി ഒരു വലിയ കാര്യമായി മാറിയതുകൊണ്ട് ഫോക്സ് വാഗൻ ഗ്ലോബൽ NCAPൽ കൊടുത്ത് ഇത് സ്പോൺസർഡ് ക്രാഷ് ടെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെയ്ത് അവർ അഡ്വർടൈസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ എഗെയിൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ പണ്ടത്തെ ഫോക്സ് വാഗൻ ആയിരുന്നു ഇതെങ്കിൽ അവരൊരു പക്ഷേ ചെയ്യില്ലായിരുന്നു ഇതിൻ്റെ സേഫ്റ്റി വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്. അതെന്തായാലും നമ്മളിനി കണ്ടറിയേണ്ടി വരും. മാത്രമല്ല ഇനി ഗ്ലോബൽ NCAP നടത്തുന്ന ക്രാഷ് ടെസ്റ്റുകളിലൊക്കെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കും. കാരണം അവരവരുടെ സേഫ്റ്റി നോംസ് കുറച്ചും കൂടെ കഠിനമാക്കിയിട്ടുണ്ട്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.